ഊഞ്ഞാലിട്ടല്ലോ കൊടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ. കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കല്ലേ. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും ഓണം? നന്നായിരുന്നോ? ഞങ്ങൾക്കിവിടെ വീട്ടിൽ ഓണമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലാണ്. തലേ ദിവസം ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ ഈ ഓണത്തപ്പണിയൊക്കെ വെക്കുന്ന സമയത്ത് എടുത്തൊരു കുഞ്ഞി ക്ലിപ്പാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ കുഞ്ഞു ക്ലിപ്പും ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു ഓണം മിനി വ്ലോഗ് ഇവിടെ കിടക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ കളക്ക ഉണ്ടാക്കി തൃക്കാരപ്പനയൊക്കെ വെച്ചു. പിറ്റേദിവസം രാവിലെ നമ്മൾ അമ്പലം വരെ ഒന്ന് വന്നു കേട്ടോ. അവിടെ അമ്പലത്തിൽ സോപാന സംഗീതം പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, അഖിൽ യശ്വന്തിൻ്റെ. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ആ കുട്ടിയുടെ കൂടെ 2 ഫോട്ടോ ഒക്കെ എടുത്ത് അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിൽ വെച്ച് 2 ഫോട്ടോ എടുത്ത് നടപ്പുരയുടെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് 1-2 ഫോട്ടോ എടുക്കുക. വീട്ടിൽ വന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് വീണ്ടും ഉച്ചയ്ക്ക് ഓണത്തിന് എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ഒരു കനാലാണത്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനും ഒക്കെ സ്ഥലമാണ്. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്ത് ചെളി പിളിയായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരാനും വന്നിരിക്കാനും കാറ്റ് കൊള്ളാനും മീൻ പിടിക്കാനൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് കുറേ നേരമല്ല, കുറച്ച് നേരം ഇവിടെ ഒന്ന് ചുറ്റി തിരിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി. തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ സാധാരണ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓണത്തിൻ്റെ സമയത്ത് അന്ന് ഈ പടവൊന്നുമില്ല കേട്ടോ. പടവൊക്കെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഈ പടവൊക്കെ കെട്ടിയുണ്ടാക്കിയിട്ട് രസമായിരുന്നു. എല്ലാവരും വരികയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അമ്മായിമാരും കുറേ പേരൊക്കെ വരുമായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ഗെറ്റ് ടുഗദർ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ആർക്കും അങ്ങനെ സമയമൊന്നുമില്ല, എല്ലാവരും അവരിവരിലേക്ക് ഒതുങ്ങി. പിന്നെ കുറേ നേരം അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നിന്ന് അമ്മ അനിയത്തിമാരൊക്കെ കൂടി ഉണ്ടാക്കിയ നല്ല വിഭവസമൃദ്ധമായ സദ്യയും പുറത്തും മേടിച്ച് 2 കൂട്ടം പായസമായിട്ട് കൊല്ലത്തെ ഓണം അങ്ങോട്ട് അവസാനിച്ചു കേട്ടോ. അപ്പോൾ ഈ കൊല്ലത്തെ ഓർമ്മയായിട്ട് ഇതിവിടെ കിടക്കട്ടെ. താങ്ക് യു.